അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഏറ്റവും ലാസ്റ്റാണ് തോന്നുന്നു കേട്ടോ നബിദിനം ഉണ്ടായത്. ശരിക്കും കറക്റ്റ് ഡേ ആണ് കേട്ടോ ഇവിടെ നബിദിനം ഉണ്ടാവാറുള്ളത് കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വേണോ വേണ്ടയോ എന്നിങ്ങനെ കുറേ ചിന്തിച്ച ശേഷം പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടിയ നബിദിനം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇതിനെ. അങ്ങനെ ഇതാ ജാതിയൊക്കെ വന്നു, നമുക്കിതാ ഇതുപോലെ സ്വീറ്റൊക്കെ തരും കേട്ടോ. പിന്നെ നമ്മൾ എന്താ കയ്യിൽ ക്യാഷ് ഉള്ളത് വെച്ചാൽ അത് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് എല്ലാ വർഷവും ഇതുപോലെ ദഫ് കളിക്കാറുണ്ട്. നമുക്കപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. മോർണിംഗ് ആണിത്. അങ്ങനെ ഫുള്ള് കളിക്കണമെന്ന് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ക്രൗഡായിരുന്നു. പിന്നെ അയാൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അയാൻക്ക് ഭയങ്കര അലർജിയൊക്കെ കാരണം നമ്മൾ അത്ര പ്രോത്സാഹിപ്പിച്ചിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം. അങ്ങനെ നമ്മുടെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊന്നൊരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. 3 പേരും കൂടെ. അങ്ങനെ ഇതാ നമ്മുടെ മുട്ടച്ചിക്കുട്ടി മുട്ടയടിച്ചതാണ്, അതാണ് തൊപ്പി ഇട്ടേക്കുന്നത് കേട്ടോ. ഇതാ പിള്ളേരൊക്കെ ജാഥ പോകുന്നുണ്ട്. ഈ ഒരു ടൈമിലല്ലേ മിഠായിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇങ്ങനെ കുഞ്ഞു മക്കളെ കാണുമ്പോൾ നല്ലൊരു മൊഞ്ചാണ് അല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദഫെല്ലാം കഴിഞ്ഞിട്ട് അവരിതാ അടുത്തൊരു സ്പോട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ വേഗം കിച്ചണിലോട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ലഞ്ച് എന്തായാലും നമുക്ക് പള്ളിയിൽ നിന്ന് വരും. പിന്നെ എക്സ്ട്രാ കുക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇന്ന് കുക്കിംഗ് ചെയ്യാനുള്ളൊരു മൂഡില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഇക്ക പറഞ്ഞു സൈഡ് ഡിഷ് നമുക്ക് എന്നാൽ പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ആക്ച്വലി എനിക്ക് സൈഡ് ഡിഷൊന്നും വേണമെന്നില്ല കേട്ടോ. പക്ഷേ പിള്ളേരെ ആലോചിച്ചിട്ട് മേടിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഓക്കെ നമുക്കൊന്ന് പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പം ഓക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ സ്ഥിരം ദോശ തക്കാളി ചട്നിയൊക്കെ തന്നെയായിരുന്നു. റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. എന്തായാലും വ്ളോഗ് ഇടാൻ ഈ 2-3 ദിവസമായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഒരുമാതിരി വ്ളോഗ് എന്ന് പറയില്ലേ, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനോ ഒന്നിനും എനിക്ക് പറ്റുന്നില്ല കേട്ടോ. നമ്മൾ വ്ളോഗ് മുടക്കണ്ട എന്ന് വിചാരിച്ച് ഇടുന്ന വ്ളോഗ് തന്നെയാണ് ഇത്. പിന്നെന്താണ്, ഇതാ ഞാൻ ഓരോ ദോശയായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചു. പിള്ളേർ ജാഥയുടെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി അവർ പള്ളിയിലൊക്കെ പോയി ദിക്കറും ദുആക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വരിക. മൗലൂദും ഒക്കെ കഴിഞ്ഞിട്ടാണ് വരിക. ആക്ച്വലി ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ മുജാഹിദ് എന്നുള്ളൊരു കൾച്ചറിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിവിടെ വന്ന ശേഷമാണ് ഇതെല്ലാം കാണുന്നതും ഒക്കെ, ഈ ഒരു ഫുഡ് കഴിക്കണതും ഒക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടാവാറുള്ളത് നെയ്ച്ചോറും കായച്ചാറുമാണ്. അത് കഴിഞ്ഞൊരു നബിദിനത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. എനിക്ക് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വിശേഷമല്ല കേട്ടോ പറയാൻ. അത്ര വലിയ സന്തോഷത്തിൻ്റെ ഒരു മൂഡിലൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നത് പോലെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഇതാ അടിച്ചു വാരാൻ വേണ്ടി ബാക്കിൽ പോയി. നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് അടിച്ചു വാരിയപ്പോൾ അങ്ങോട്ട് തന്നെ ഒക്കെ പറക്കണു കേട്ടോ. അപ്പോൾ ഞാൻ കാറ്റിൻ്റെ കൂടെ അങ്ങ് അടിച്ചു വാരി എടുത്തു കേട്ടോ. ഞാനാണെങ്കിൽ ചെറിയൊരു ചൂല്, എൻ്റെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ചൂലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ കുഞ്ഞു ചൂല്, നല്ല നീളമുള്ള ചൂലിൽ അടിച്ചു വാരിയാലേ ശരിയാവുള്ളൂ. രണ്ട് കയ്യിലും കൂടി ഒതുങ്ങുന്ന ചൂല് എനിക്ക് പിടിച്ചാലേ കിട്ടൂല കേട്ടോ. ഞാൻ ഒരു കൈ കൊണ്ട് അടിച്ചു വാരുന്ന ആളാണ്. രണ്ട് കൈയും കൂടെ കൂട്ടി ഞാൻ അങ്ങനെ അടിച്ചു വാരാറില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്കത് ഭയങ്കര ഹെവി ടാസ്ക് ആയിട്ട് തോന്നാറുള്ളത്. അപ്പോൾ ഇതാ നമുക്ക് തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനിടാനുണ്ടായിരുന്നു. അതൊക്കെ ഉണങ്ങാനിട്ട് നമ്മുടെ ഉള്ളിലുള്ള പണികളൊക്കെ ഏകദേശം തീർന്ന ശേഷം ഫുഡ് പള്ളിയിൽ കിട്ടും. അപ്പം നമ്മൾ പോയി മേടിക്കണം കേട്ടോ. അപ്പം അല്ലെങ്കിൽ കൊണ്ടുവന്ന് തരാറാണ്. നമുക്ക് ഓരോ ടോക്കൺ തന്നിട്ടുണ്ടാവും കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ പോയി ഫുഡെല്ലാം മേടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കാറിൽ കയറിയിരുന്നു. എനിക്കൊരു ഡ്രൈവ്, ഒരു ചേഞ്ച് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ കാറിൽ കയറിയിരുന്നത്. അപ്പോൾ നേരെ പോയത് റൈസ് ബൗളിലോട്ടാണ്. അവിടുത്തെ ആംബിയൻസ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഫോറസ്റ്റ് ഏരിയയാണ്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു ഇത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ടൊക്കെ കയറി നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ അവരോട് പറഞ്ഞു. അപ്പോൾ ചുമ്മാ അവിടെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊരു മാംഗോ ജിഞ്ചർ ജ്യൂസോ അങ്ങനെ എന്തോ ഒരു സംഭവം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ബീഡയാണ്. കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചോക്ലേറ്റ് ബീഡ ഉണ്ട്, ഇതല്ലാത്ത ബീഡയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ കേട്ടോ ജ്യൂസ്. കാരണം ടേസ്റ്റ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ, എനിക്കറിയില്ല. അപ്പം ഞാനും അയാനും ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച് 2 ജ്യൂസ് പറഞ്ഞു. ഒട്ടും മധുരവും ഇല്ല കേട്ടോ. അതാണ് അവൻ്റെ മുഖം ഇങ്ങനെ മധുരം ഇല്ലാണ്ട് കുടിക്കേണ്ട ഒരു ജ്യൂസാണ് ഇത്ര. ഇത് സ്പൈസി ആയിരിക്കും. അപ്പോൾ ഇതിൽ എരിവും കുറവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുത്തു ഞാൻ. നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ ഈ റൈസ് ബോൾ. ഫുഡും നല്ല ഫുഡാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. സാധാരണ പാർസൽ മേടിച്ചിട്ട് വരാറാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട്. കാർ പാർക്കിംഗ് ചെയ്യാനൊക്കെ നിറയെ സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ പോയതും അത് ഓപ്പൺ ആക്കിയ സമയത്താണ് നമ്മൾ പോയത്. അതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഒത്തിരി ആൾക്കാർ വന്നു. 12 മണിയാകുമ്പോഴത്തേക്കും അവർ ലഞ്ചെല്ലാം സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ വന്ന് ബില്ലെല്ലാം കൊടുത്ത് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകണം കേട്ടോ. എൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് ഒന്നും തോന്നണ്ട, നല്ല ലൂസ് ഉണ്ട് കേട്ടോ. ഭയങ്കര ലൂസ് ഉണ്ട്. ഒരാളെയും കൂടിയും കയറ്റുക എന്നുള്ള രീതിയിലാണ് കേട്ടോ അതാണ് അത് ഇടുമ്പോൾ ഞാൻ കുറച്ച് തടിച്ചായിട്ട് ഫീൽ ചെയ്യുന്നത്. കറക്റ്റ് ഷേപ്പോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. നല്ല ഫോറസ്റ്റ് ഏരിയ കണ്ടില്ലേ. അതിൻ്റെ ഉള്ളിൽ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നല്ല തിക്ക് ഫോറസ്റ്റ് എന്ന് തന്നെ പറയാം, അത്രയുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് നോക്കി നേരെ ഇനി കാറിൽ കയറി ഇനി നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് സമയം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഒന്ന് കിടക്കണം, അത്ര തന്നെ. പൊതുവേ ഒരു മടി പിടിച്ച ദിവസങ്ങൾ, മടിയും ഉണ്ട്, മനസ്സിനൊരു സുഖമില്ലാത്തൊരു ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താവുമെന്ന് അറിയില്ല. എന്തായാലും ഈവനിങ് നമ്മൾ പള്ളിയിലൊന്നും പോകുന്നില്ല, ഇല്ലെങ്കിൽ നമ്മൾ പോവാറും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ പോകണില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന നെയ്ച്ചോറും കായ്ച്ചാറും ഒക്കെ ഒന്ന് എടുക്കുകയാണ്. നെയ്ച്ചോറൊന്ന് ചൂടാക്കി എടുക്കണം, കായ്ച്ചാറൊന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം നമ്മൾ മേടിച്ച ഐറ്റംസ് കൂടെ കാണിക്കുക കേട്ടോ. അപ്പോൾ ബീഫെല്ലാം നമ്മൾ മേടിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ ഫ്രൈയും എല്ലാം ഡ്രൈ ആണ് കേട്ടോ മേടിച്ചത്. പിന്നെ നമ്മുടെ ബീഡ ഇതാണ് കേട്ടോ. ബീഡ ഇതിൻ്റെ ഉള്ളിൽ സിൽവർ പേപ്പറിൽ പൊതിഞ്ഞിട്ടുണ്ടാവും. ഇത് പിന്നെ ബീഫാണ്. ഒരു 3 ഇത് മേടിച്ചു. പക്ഷെ ഒന്ന് തന്നെ ധാരാളം മതി കേട്ടോ. എനിക്ക് അതാണ് തോന്നിയത്. ഞാൻ എന്നിട്ട് ഇക്കാനോട് ഇനി അഥവാ മേടിക്കുകയാണെങ്കിൽ ഒരു ബോക്സ് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞേക്കുവാണ് കേട്ടോ. പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. നെയ്ച്ചോറൊക്കെ ചൂടാക്കി എടുത്തു. ഇനിയിപ്പോൾ എല്ലാം സെർവ് ചെയ്യണം, കഴിക്കണം. അങ്ങനെ ഇന്നത്തെ വലിയൊരു വ്ളോഗൊന്നുമല്ല, ഒരു കുഞ്ഞു വ്ളോഗാണ്.
നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആണോ ഒക്കെ ഒന്ന് സെറ്റായിട്ട് വരാം കേട്ടോ. അതുവരെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുള്ളൂ കേട്ടോ. നിങ്ങളും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.